10,000-3000 മരുന്ന് കുറിച്ച് തന്നു. അതെല്ലാം ആയിട്ട് ഞാൻ പ്ലെയിനകത്ത് കയറുമ്പോഴും ഞാൻ വിചാരിക്കുന്നോ, ദൈവമേ, ആ തലേന്ന് ചെയ്ത ചെറിയ വേദന, എനിക്ക് ചെറിയൊരു അനക്കമുണ്ട് ചെവിക്കകത്ത്, തീർന്നു എൻ്റെ, ഇനി ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ തിരുവനന്തപുരത്ത് നിന്ന് നേരെ കയറി കൊച്ചിയിൽ ഇറങ്ങി, കൊച്ചിയിൽ നിന്ന് നേരെ മസ്കറ്റിൽ ഇറങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു വേദനയില്ലാതെ ഞാൻ വന്നിട്ടില്ല ഇവിടെ. ഞാൻ ചേട്ടാ എന്തൊരു ആ ഡോക്ടറെ നമ്മൾ കണ്ടില്ലെന്നെ എന്ത് ചെയ്തേനെ. അപ്പം ഒരു ഡോക്ടർ ആയാലും ആരായാലും മനസാക്ഷിയോടെയുള്ള ഒരു ചികിത്സ, അത് നമുക്ക് ഫലം ചെയ്യും. പണത്തെ മാത്രം മോഹിക്കാതെ, അല്ലെങ്കിൽ നമ്മളൊരു തുച്ഛമായ പീസാണ് എല്ലാവരും വന്ന് കണ്ടു കൊടുക്കുന്നത് പോലെ ഒരു തുച്ഛമായ പീസാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ കൊടുത്തത്. എന്നിട്ട് ഞാൻ തിയേറ്ററിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, സാറേ ഞാൻ വൈകിട്ട് വീട്ടിലോട്ട് വരണോ എന്ന് ചോദിക്കുന്ന വേറെ അർത്ഥത്തില്ല. കാരണം എന്തെങ്കിലും ഇദ്ദേഹം ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ അത് അപ്പോൾ നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടുക്കുക, മറ്റന്നാ നേരെ അങ്ങ് മസ്കറ്റിലോട്ട് പോകുക. അതാണ് ആ ഡോക്ടർ എനിക്ക് തന്ന നിർദ്ദേശം. അപ്പം മനസാക്ഷിയുള്ള ഒരുപാട് മനുഷ്യർ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരെ